ഹായ്, കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഓണത്തിന് മുമ്പ് കുറച്ച് ഓണത്തിന് പൂക്കളൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ബന്ദിപ്പൂവൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബന്ദിത്തൈ നടാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് വൈകിപ്പോയി, കുറച്ച് നേരത്തെ നടേണ്ടതായിരുന്നു. എങ്കിലും ഞാൻ ഇന്ന് നടാമെന്ന് വിചാരിച്ചു. ഇന്ന് തന്നെ വാങ്ങിച്ചു. നമ്മൾ പോയി കലൂര് ബയോട്ടേന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏതാണ്ട് 2 പീച്ചിൽ, പാവക്ക, പിന്നെ തക്കാളി, വെണ്ട, നീലക്കാന്താരി അതിൻ്റെയൊക്കെ തൈകൾ മേടിച്ചിട്ടുണ്ട്. അത് ഇന്ന് നടന്നില്ല, അത് നാളത്തേക്ക് വെച്ചു. എല്ലാം കൂടി ഇന്ന് നടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നടാൻ വേണ്ടി ഇതേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞാനൊരു 12 കിലോൻ്റെ ഒരു ബാഗിൽ മണ്ണ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഈ മണ്ണും എല്ലാം ചകിരിച്ചോറൊക്കെ കൂടി മിക്സ് ചെയ്തത്. കാരണം മണ്ണ് നമുക്കിവിടെ കുറവാണ്, ഉള്ളതൊക്കെ വെച്ചിട്ട് എല്ലാം നട്ടു വെച്ചേക്കാം. അപ്പോൾ മണ്ണ് അധികം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മണ്ണ് വാങ്ങിച്ചു. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചട്ടിയിലാണ് ഞാൻ നടന്നത്. കാരണം വലിയ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാനായിട്ട് മണ്ണ് നമ്മുടെ കയ്യിൽ അധികമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ചട്ടികളിൽ നടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ദേ ഈ മണ്ണ് അവിടുന്ന് വാങ്ങിച്ച മണ്ണാട്ടോ. ഈ 10-12 കിലോൻ്റെ ബാഗിന് 120 രൂപയ്ക്കാണ് നമ്മൾ മണ്ണ് വാങ്ങിച്ചത്. അതേപോലെ ഇവിടെ കുറച്ച് സൈഡിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ കൂടി ഞാൻ വാരിയെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലിട്ടു. പിന്നെ ചാണകപ്പൊടി, അതായത് പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്ത്, പിന്നെ നമുക്ക് ഈ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇടയ്ക്ക് സാമ്പിൾ പാക്കറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. നമ്മുടെ ചട്ടി ഇത്തിരി ചെറുതാട്ടോ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് 1 മാസത്തിനുള്ളിൽ പൂവുണ്ടാവണം, അതെനിക്കൊരു സംശയമുണ്ട്. എന്നാലും നമുക്ക് നടാം. പൂവ് ഓണത്തിന് ഇട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായാലും ബന്ദിപ്പൂ ഉണ്ടായിരിക്കണതാണ് നല്ല ഭംഗിയായിരിക്കുമല്ലോ. എനിക്ക് ഇച്ചിരി മഴയൊക്കെ കാരണം ഞാൻ ഇച്ചിരി വൈകിപ്പോയി, അതുകൊണ്ടാട്ടോ അതിപ്പോൾ നടാനായിട്ട് സമയം എടുത്തത്. ഇന്നാണ് ഇതിനുള്ള സമയം ഒത്തു വന്നത്. അപ്പോൾ ഞാൻ എല്ലാ വളങ്ങളും ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നല്ലോണം അങ്ങോട്ട് നടാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇനിയും വിചാരിച്ചു കൃഷിയൊക്കെ നമ്മൾ കുറച്ച് ടെറസിലേക്കും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് താഴത്ത് എല്ലായിടത്തും നല്ലോണം വെയിലൊന്നും കിട്ടാത്ത കാരണം അവിടെ എല്ലാം നല്ലോണം വളരണില്ല. അപ്പോൾ താഴെയുള്ള സ്ഥലത്തൊക്കെ തിങ്ങിപ്പോയി, വാഴയൊക്കെ കൂടി വന്നതുകൊണ്ട് എല്ലാം കൂടി നടാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ടെറസിലേക്ക് വെച്ചാലോ എന്ന്. ടെറസ് ഇപ്പോൾ നമ്മൾ ഒരുവിധം മറ്റേ കെമിക്കലൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഇഷ്ടികയൊക്കെ വെച്ചിട്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ടെറസിലേക്ക് തന്നെ സെറ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ മുകളിലേക്ക് കയറ്റി കൊണ്ടുവരുന്ന ഒരു പാടുണ്ടായിട്ടോ. കാരണം ആദ്യം നമുക്ക് ടെറസിലായിരുന്നു കൃഷി, അപ്പോൾ എല്ലാ സാധനങ്ങളും മേളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം താഴത്തുനിന്ന് ഒന്നേന്ന് തുടങ്ങി എല്ലാ സാധനവും മുകളിലേക്ക് കയറ്റണം. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം തന്നെ നടൽ പറ്റൂല. ഇതിപ്പോൾ ഞാൻ കുറച്ച് മണ്ണും ചകിരിച്ചോറും എല്ലാം താഴെ നിന്ന് എടുത്തുനിന്നു. അതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഒരു സാധനവും മുകളിലുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം എടുത്തുകൊണ്ടുവന്ന് ഇപ്പോൾ ഇതേ മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഈ ചെറിയ ചട്ടിയിലേക്ക് നിറയ്ക്കുകയാണ്. 10-12 ചട്ടിയിൽ നടാനുള്ള തൈ ഉണ്ട് കേട്ടോ. ഒരു 6 യെല്ലോ കളറും അതേപോലെ ഓറഞ്ച് കളറും 6 എണ്ണം, അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മൾ കലൂര് ബയോട്ടേന്നാണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ പോയത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഇത് നടാമെന്ന് വിചാരിച്ചു. മുമ്പൊക്കെ ഞാൻ നല്ലോണം ബന്ദിക്കൃഷി ഓണത്തിനൊക്കെ എനിക്ക് പൂവൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നട്ടിട്ട് കുറച്ചുകൂടി നേരത്തെ നട്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ സമയം വൈകിപ്പോയി, എന്താവുമെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ എല്ലാ ചട്ടിയിലേക്കും മണ്ണ് നിറയ്ക്കാമാണ്. ഒരുവിധമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച മണ്ണിൽ എല്ലാ വളങ്ങളും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് തന്നത്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് ബാക്കിയുള്ള ചാണകപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതേ നടാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ചട്ടിയിലും ഇപ്പോൾ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുക. 12 ചട്ടിയിലായിട്ട് മണ്ണ് നിറയ്ക്കണം. ഇതേപോലത്തെ കുഞ്ഞു ചട്ടികൾ കുറേയും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിലൊക്കെ പക്ഷേ ഒന്നുമില്ലാതെ കുറേയും കാലിയായിട്ടിരിക്കുകയാണ്. ചെടിയൊക്കെ ആദ്യം വെച്ച് പിടിപ്പിക്കാനായിട്ട് നല്ല പാകത്തിനുള്ള ചട്ടിയാണ്. പക്ഷേ വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും വലിയ ചട്ടികളാട്ടോ ശരിക്കും നമുക്ക് ഉപയോഗമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിനി ബന്ദിത്തൈകൾ ഓരോന്നായിട്ട് നടാം കേട്ടോ. നമുക്കൊരു 6 ഓറഞ്ച് കളറും 6 യെല്ലോ കളറുമാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മളിതെല്ലാം ഓരോന്നായിട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മേളിലെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ചട്ടികളും എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല, കുറച്ച് ചട്ടികളൊക്കെ മേളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ കൃഷി ഒന്നുകൂടി നല്ലോണം വിപുലപ്പെടുത്തി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ കോർപ്പറേഷനിൽ നിന്ന് മറ്റേ HDP പോട്ടുകളിന് 2ാമതും അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിറച്ചും ചട്ടികളാവും. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ ചെടിയും നട്ടൊരുവിധം ഏകദേശം ആയിട്ടോ.
ഒരു ചട്ടി മാത്രം ഞാൻ ഇച്ചിരി വലുത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തൈ ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഞാനത് ആ ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ എല്ലാ ചട്ടികളും റെഡിയായി. 12 ചട്ടിയിൽ നമ്മൾ ബന്ധിച്ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ ദേ ഇനി നമുക്ക് ഇവിടെ ഇഷ്ടിക കൊണ്ട് ഈ സാധനം സെറ്റ് ചെയ്യണം. ഇഷ്ടിക വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ചെടികളും അതിൻ്റെ മീതെ എടുത്ത് വെക്കണം. ഇവിടെ സ്റ്റാൻഡ് വെക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്റ്റാൻഡ് ഇനി പണിതിട്ടൊക്കെ വേണം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് എല്ലാ ചെടിയും വെച്ച് സെറ്റാക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് എല്ലാം നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി പൂവുണ്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇനി നമുക്കിത് വളരണതിനനുസരിച്ച് ഇതിൽ ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബന്ധിച്ചെടി നട്ടതിൻ്റെ അവസാനത്തെ രൂപം ഇങ്ങനെയാട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ, താങ്ക് യു.